വിദ്യാഭ്യാസ രംഗത്ത് അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യ രംഗത്ത് അക്കാദമിക് രംഗത്ത് സമാനതകളില്ലാത്ത ഇടപെടലുകളാണ് കഴിഞ്ഞ 9 വർഷമായി സംസ്ഥാന സർക്കാർ നടത്തി വരുന്നത്. സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി മാത്രം 5000 കോടിയോളം രൂപ ഇതിനോടകം അനുവദിച്ചിട്ടുണ്ട്. 5 കോടി രൂപ ചെലവിൽ 141 സ്കൂൾ കെട്ടിടങ്ങൾ നവീകരിക്കാനായിരുന്നു പരിപാടി. അവയിൽ 139 എണ്ണം പൂർത്തിയായി. 3 കോടി രൂപ ചെലവിൽ 386 സ്കൂൾ കെട്ടിടങ്ങൾ നവീകരിക്കുകയാണ്. അവയിൽ 179 എണ്ണം പൂർത്തിയായിട്ടുണ്ട്. 1 കോടി രൂപ ചെലവിൽ നവീകരിക്കുന്ന 446 സ്കൂൾ കെട്ടിടങ്ങളിൽ 195 എണ്ണം പൂർത്തിയായിട്ടുണ്ട്. അങ്ങനെ ആകെ 973 സ്കൂൾ കെട്ടിടങ്ങൾ അനുവദിച്ച് 513 എണ്ണവും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 50,000-ലധികം ക്ലാസ് മുറികളാണ് ഹൈടെക്കായി മാറ്റിയത്. സ്കൂളുകളിൽ ടിങ്കറിംഗ് ലാബ്, റോബോട്ടിക് ലാബുകൾ ഇവയെല്ലാം സജ്ജീകരിച്ചു. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്ത് പരിശീലനം നൽകുന്ന ആദ്യ സംസ്ഥാനമായി കേരളം മാറി. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഹബ്ബാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിക്കുന്നത്. അവയുടെ ഫലമായി 8 സർവകലാശാലകൾക്കും 359 കോളേജുകൾക്കും നാക് അക്രഡിറ്റേഷൻ ലഭിച്ചു. നമ്മുടെ രാജ്യത്തുള്ള പൊതു സർവകലാശാലകളിൽ ആദ്യത്തെ 12 എണ്ണത്തിൽ 3 എണ്ണം കേരളത്തിൽ നിന്നുള്ളവയാണ്. 9ാമത് കേരള യൂണിവേഴ്സിറ്റിയും 10ാമത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയും 11ാമത് ഗാന്ധി യൂണിവേഴ്സിറ്റിയും 43ാമത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും. നമ്മുടെ മികച്ച കോളേജുകളെടുത്താൽ ആദ്യത്തെ 100 റാങ്കിനുള്ളിൽ കേരളത്തിലുള്ള 16 കോളേജുകളുണ്ട്. NIRF റാങ്കിങ്ങിൽ രാജ്യത്തെ മികച്ച 200 കോളേജുകളിൽ 42 എണ്ണം കേരളത്തിൽ നിന്നുള്ളവയാണ്. സർവകലാശാലയിലെ ഗവേഷണ ഫലങ്ങൾ സാമൂഹ്യാവശ്യത്തിന് ഉപയോഗപ്പെടുന്നതിനായി ട്രാൻസ്ലേഷൻ ലാബുകൾ ഈ ഘട്ടത്തിലാണ് ആരംഭിക്കാൻ നമുക്കായത്. നവകേരള പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പുകൾ, കൈരളി റിസർച്ച് അവാർഡുകൾ ഇവയെല്ലാം ഏർപ്പെടുത്തി നാടിന് ഗുണകരമാകുന്ന ഗവേഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും ശ്രമങ്ങൾ നടത്തുകയാണ്. അതിനെല്ലാം ഉപരിയായി ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിച്ചു. അതിൻ്റെ ശുപാർശകൾ നടപ്പാക്കുകയും ചെയ്തു. ഭാവിയിൽ കേരളത്തെ ഒരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥയായി പരിവർത്തിപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ വികസനം. ശാസ്ത്ര സാങ്കേതിക വിദ്യയിലും മികച്ച പുരോഗതി കൈവരിക്കാൻ ഈ കാലയളവിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 7.5 വർഷത്തിനിടയിൽ രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, ഡിജിറ്റൽ സയൻസ് പാർക്ക്, ഗ്രഫീൻ ഇന്നൊവേഷൻ സെൻറ്റർ തുടങ്ങിയവ യാഥാർത്ഥ്യമാക്കാൻ കഴിയും. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിയും യാഥാർത്ഥ്യമാക്കാനായി. ഇൻ്റർനാഷണൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ജിനോം ഡാറ്റാ സെൻറ്റർ, മെഡിക്കൽ ടെക്നോളജി കൺസോർഷ്യം ഇവയെല്ലാം ഒരുങ്ങിക്കൊണ്ടിരിക്കുക. K-ഫോൺ പദ്ധതിയിലൂടെ വീടുകളിലും സർക്കാർ ഓഫീസുകളിലും ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുന്നു. K-ഫോൺ കണക്ഷൻ 1,00,000 എന്ന നമ്പറിലേക്ക് എത്തുകയാണ്. ആധുനികമായ എല്ലാ കാഴ്ചപ്പാടുകളെയും സ്വാംശീകരിച്ചുകൊണ്ടുള്ള വൈജ്ഞാനിക കുതിപ്പാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്.